ടൈം എത്രയെന്നറിയോ? എന്താ നിങ്ങളുടെ വാച്ച് നിന്നുപോയോ? കളിയാക്കുകയാണോ? നീ വന്ന സമയം എത്രയെന്നാ ഞാൻ ചോദിച്ചത്. സാരമില്ല, ഈ രാത്രിയിൽ ടി വി വെച്ച് എന്തിനാ ശല്യപ്പെടുന്നത്? എപ്പോഴും ഞാൻ ഇവിടെ വെറുതെ കൈയും കാലും കെട്ടിയിരിക്കണം എന്നാണ് നിങ്ങൾ പറയണേ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഏതോ ആർട്ട് ഫിലിം ഉണ്ടെന്ന് പറഞ്ഞ് നീ നിന്റെ ഇഷ്ടത്തിന് പോകുന്നു. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും മിണ്ടാതെ നിൽക്കുക. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തപ്പോ നീ നിന്റെ തോന്നിയാസമാണ് കാണിക്കുന്നത്. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, ഞാൻ ചോദിക്കാൻ വരില്ല. That's all. നിനക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. സമയം എന്തായെന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക്? നിനക്ക് തോന്നിയ പോലെ ഇങ്ങനെ അർദ്ധരാത്രി കയറി വന്നാലേ നിന്റെ ഭർത്താവായി എനിക്കാണ് അതിൽ നാണക്കേട്. നാട്ടുകാരെന്തൊക്കെ പറയുമെന്നറിയാവോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ എന്റെ സുഖവും സന്തോഷവും ത്യാഗം ചെയ്യാൻ തയ്യാറല്ലെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോർത്ത് ആലോചിച്ച് സമയം കളയുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങൾക്ക് സുഖം ആവശ്യമില്ല, പക്ഷെ എനിക്കുണ്ട്. നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് സന്തോഷം ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പറ. അതുമാത്രല്ലേ പറയാനുള്ളത്. പ്രിയങ്കേ, നീ പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും സ്വന്തം ഇഷ്ടം വലുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടവും എനിക്ക് എന്റെ ഇഷ്ടവും. That's all. ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തലയിട്ടിട്ടുണ്ടോ? എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്റെ രീതിയിൽ എൻജോയ് ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ രീതിയിലായിക്കോ. നിങ്ങൾ എന്റെ കാര്യത്തിനും വരണ്ട, ഞാൻ നിങ്ങളുടെ കാര്യത്തിനും വരില്ല. എടി, നീ തോന്നിയ ദിവസം പോലെ എങ്ങനെ ജീവിക്കും? തുളസി, നിന്നെ ഞാൻ സഹായിക്കട്ടെ? എന്താ സോപ്പിട് വേണോ? ആ, സോറി തുളസി. നിന്നെ പോലെ അതിസുന്ദരിയായ ഒരു ഭാര്യ ഈ അടുക്കളയിൽ കിടന്ന് പാടുപെടുന്ന കാണുമ്പോ, അതുമല്ലാതെ നിന്റെ മൃദുലമായ കൈകൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുന്നു. നിന്റെ ഭർത്താവിന് നിന്നോട് ഒരു സ്നേഹം ഇല്ലാത്തപ്പോ നീ എന്തിനാ അയാൾക്ക് വേണ്ടി ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത്? നിന്റെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറ. നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഒരു മഹാറാണിയാക്കാൻ. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോടാ തനിക്ക്? അന്യരുടെ വീട്ടിൽ താമസിക്കാൻ വന്നതും പോരാഞ്ഞ് ഒരു തരി മര്യാദ പോലും ഇല്ല തനിക്ക്. അങ്ങേരെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ തന്റെ ജീവിതം ഒരിക്കലും നന്നാവില്ല. തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ വിരട്ടി ഓടിക്കും. അല്ല, താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ചിരിച്ചു കാണിക്കുമ്പോ അഴിഞ്ഞാടുന്ന പെണ്ണാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ ദിവസേന ഇവിടെ കാണുന്നുണ്ടല്ലോ. തന്റെ ഈ നമ്പറൊക്കെ ഉണ്ടല്ലോ, എന്റെ അടുത്ത് എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ഭർത്താവ് പുറത്ത് ഓരോരോ കണക്ഷൻ കൊണ്ട് നടക്കുക. അയാളെ കളഞ്ഞിട്ട് എന്നെ സ്നേഹിക്കേ. നീ പറയുന്ന നുണയും കണക്ഷന്റെ കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. എന്റെ അടുത്ത് കൊഞ്ചാൻ നിൽക്കണ്ട, അടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. ഇതേ അടുക്കളയാണെന്നുള്ള കാര്യം മറക്കണ്ട. പെരുമാറാനായിട്ട് പല ആയുധങ്ങളും കാണും. ഇവളെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. എന്തെല്ലാം അടവ് പ്രയോഗിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ഏക്കണില്ല. എങ്ങനെയാ ഇവളെ പാട്ടിലാക്കുക?
ഏയ് എന്താ അവിടെ തന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നേ? ശരിക്കൊന്ന് കാണാൻ വേണ്ടിയാ. യു ഡേർട്ടി. എന്താ പെട്ടെന്ന് ഡള്ളായത്? എന്തു ചെയ്യാനാ, നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് അടുത്ത് നിൽക്കുമ്പോ എനിക്ക് വേറൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. അയ്യോ, ഞാൻ എങ്ങനെ ഇനി ജോലി മുഴുവിപ്പിക്കും? അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്തോളൂ. എന്റെ എല്ലാ കാര്യത്തിലും? ഏയ് സില്ലി. ഇത് എന്റെ സെയിം ഡയലോഗ് അടയ്യ. ഏയ് ഓ, എന്റെ ഒരു ഭാഗ്യം ഇതെല്ലാം കാണാൻ കഴിഞ്ഞത്. ഈ സൗന്ദര്യത്തെ ഒന്ന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഔ, നീയാണല്ലേ? ആ, ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, അയ്യോ, എന്റെ കണ്ണ്. അയ്യോ, അയ്യോ. എന്തിനാ കണ്ണു തിരുമുന്നേ? കണ്ണ് ഭയങ്കര കടി. ഏയ് അയ്യോ, കണ്ണു സുക്കേടാ, കണ്ണു സുക്കേട്, ഭയങ്കര വേദന. അതാണോ കാര്യം? അതായില്ലെങ്കിലേ അതിശയം. ഓ, അവളൊരു വിവരം തിരക്കാൻ വന്നേക്കണേ. ഓ, അയ്യോ, എന്റെ കണ്ണ്. അമ്മോ. ഹലോ ഹലോ ഡ്രീം ഗേൾ, ഹൗ ആർ യു? അപ്പാ, ഞാൻ അത്ര വലിയ ഭാഗ്യവതിയാണോ? നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമല്ലേ? എന്താ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഒരു തമാശ പറഞ്ഞതാ. ഇന്ന് നമുക്ക് എങ്ങോട്ട് പോവാന്ന് പറ. ഞാൻ പറയുന്നില്ല, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ നീ തന്നെ പറ. ഡിസ്കോ ക്ലബ്ബിൽ പോയാലോ? ഗുഡ് ഐഡിയ. അതെ, ഞാൻ കാറുമായിട്ട് അവിടെ വരാം. നിങ്ങൾ സ്റ്റുഡിയോയിൽ റെഡി ആയിട്ടിരിക്കെ. ഓക്കെ? നീ വരുമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ കഴിച്ചു കൂട്ടിയാനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഹാപ്പിയായി ജോളി ആയിട്ടിരിക്കല്ലേ? അത് നടക്കാൻ പോകുന്ന കാര്യല്ലേ? നീ വേഗം അങ്ങോട്ട് വാ. ഓക്കെ, ബൈ. ബൈ. ഏയ് സ്വീറ്റി, നിനക്ക് ഇഷ്ടായോ? എന്താ നല്ല ഫോമിലാണല്ലോ. ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. സോറി. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മടിയിലിരിക്കുമ്പോ എണീറ്റ് പോവാനേ തോന്നുന്നില്ല. എന്റെ ഭർത്താവിനെ തന്നെ ഞാൻ മറന്നു പോകുന്നു. നമുക്ക് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയാലോ? അവിടെ നമ്മളെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ബേർഡ്സിനെ പോലെ ഹാപ്പി ആയി കഴിയാം. ഇതെന്റെ സ്ഥിരം ഡയലോഗാ. പിന്നെന്തിനാ ലേറ്റ് ആവുന്നത്? As you like. വരുന്ന വെള്ളിയാഴ്ച നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. ഡാർജിലിംഗിലേക്ക് പോയാലോ? എനിക്ക് ഓക്കെ. Then tomorrow we are going to Darjeeling. Done? Done. Okay.